ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതുപോലുള്ള സോപ്പിൻ്റെ കവർ യൂസ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി ക്രാഫ്റ്റുമായിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ യാർഡ്ലിയുടെ ബോക്സാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതോ അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിലുള്ള ഏതൊരു കാർഡ്ബോർഡ് ബോക്സോ ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എന്താണ് ഉണ്ടാക്കാൻ പോണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഈ ഒരു സോപ്പ് ബോക്സിൻ്റെ ഓപ്പൺ ആയിരിക്കുന്ന ഒരു സൈഡിലെ അത് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിക്കുകയാണ്. ഒന്നും കൂടിയും സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, അതിങ്ങനെ തുറന്നു പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സൈഡിലത്തെ മാത്രം ഒട്ടിച്ചാൽ മതി കേട്ടോ. ഈ 3 ഭാഗവും നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സിമ്പിൾ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം കേട്ടോ. ഇനി ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലത്തെ ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചെരിഞ്ഞു പോകാതെ കറക്റ്റ് ആ ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ക്രാഫ്റ്റിന് ഒരു വൃത്തി ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ കട്ട് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ നോക്കണം. നമ്മൾ നേരത്തെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഭാഗത്ത് നിന്നല്ല നമ്മൾ കട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത്. അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇനി നമ്മൾ ഇവിടെ നിന്നൊരു 6 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് എടുത്തിട്ട് ഒരു വീടിൻ്റെ ഒരു ഷേപ്പിൽ നമ്മൾ വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഈക്വൽ അളവെടുത്തിട്ട് സ്കെയിൽ വെച്ച് അളവെടുത്ത് തന്നെ വരയ്ക്കണം. അപ്പോൾ നമ്മളതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, ഒന്നും കൂടിയും ഒന്ന് ഉറപ്പാവാനായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയതിൽ നിന്നും ഒരു പീസ് എടുത്ത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ വീടിൻ്റെ ഒരു മേൽക്കൂര പോലെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്ത് മാറ്റിയല്ലോ, അതിൽ നിന്നും 2 പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്തിനേക്കാളും കുറച്ചും കൂടി ഒരു 1/2 സെൻറ്റിമീറ്റർ അളവ് കൂടുതലുള്ള പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഫെവിക്കോൾ വെച്ചിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഒരു മേൽക്കൂര പോലെ ഒട്ടിച്ചിട്ട് നന്നായി ഉണങ്ങാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കളർ പേപ്പർ വെച്ച് ഒട്ടിക്കാം. അപ്പോൾ ഞാനിവിടെ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു പിങ്ക് കളറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 2 കോട്ട് പെയിൻറ്റ് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ പെയിൻറ്റ് കൊടുക്കുന്നില്ല കേട്ടോ, ബാക്കി എല്ലാ ഭാഗവും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ കളർ കൊടുക്കുകയാണ്. ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഒന്നും കൂടി ഭംഗിയാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു വാൾ ഡെക്കോർ പോലെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ വെക്കാൻ പോകുന്നത് മിനിയേച്ചർ തിങ്സ് ആണ്. അതായത് കുഞ്ഞു കുഞ്ഞ് ഡെക്കർ ഐറ്റംസ് ആണ് നമ്മളിതിൽ വെക്കാൻ പോകുന്നത്. അധികം വെയിറ്റ് ഉള്ളതൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല കേട്ടോ. ഫോർ എക്സാമ്പിൾ, അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ 2 വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതൊരു ബോട്ടിൽ ക്യാപ്പ് വെച്ച് നമ്മൾ ചെയ്തതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഹോമിയോ മെഡിസിൻ ബോട്ടിൽസിലെ അത് വെച്ച് ചെയ്തതാണ്. ഇതുപോലെ 3-4 ബോട്ടിൽസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള മിനിയേച്ചർ തിങ്സാണ് നമുക്കിതിൽ വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ക്യൂട്ടായിട്ടുള്ള മിനിയേച്ചർ തിങ്സിൻ്റെ വീഡിയോ ഞാൻ ഒരെണ്ണം ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ അടുത്തത് ആ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം വെച്ച് അറേഞ്ച് ചെയ്തിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ ചുമരിൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വെളിച്ചത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് വീഡിയോയിൽ ഇത് എത്രത്തോളം ഭംഗി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതൊരെണ്ണം വെക്കുന്നേക്കാളും ഒരു 2-3 ഇതുപോലെ ചെയ്തെടുത്തിട്ടേ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ അടിപൊളിയായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പറ്റുകയാണെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതിൽ വെക്കാൻ പറ്റുന്ന മിനിയേച്ചർ തിങ്സിൻ്റെ വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ? താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക.
പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ അറിയാലോ, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ ഫ്രണ്ട്സ് അയച്ചു തന്നിട്ടുള്ള കുറച്ച് ട്രൈഡ് പിക്ചേഴ്സാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്തിട്ട് ക്രാഫ്റ്റ് പിക്ചേഴ്സൊക്കെ എനിക്ക് അയച്ചു തരാം. ഇൻസ്റ്റാഗ്രാം, മെയിൽ ID ഓർ ഫേസ്ബുക്ക് പേജ് എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്തൊരു ദിവസം മനോഹരമായ മറ്റൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ കാണാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.